നിവർന്നിരിക്കുക. കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് ഉത്തമം. നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് വേണം യോഗ തുടങ്ങാനായിട്ട്. ഒരു ദിവസം വെള്ളം കുടിച്ച് പഠിക്കുന്നതിന് വേണ്ടി വരും. കൂടുതൽ ഓരോ ദിവസം കുടിക്കണം. 1 ലിറ്റർ വരെ നമുക്ക് കുടിക്കാം. അവ കുടിക്കാനായിട്ട് മുമ്പ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതയ്ക്കുക, എന്നിട്ട് കടിച്ച് തിന്നുക. ഇരുന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളത്തിന് കലോറി ദഹിക്കാൻ സമയം വേണം. അപ്പൊ നമ്മുടെ ബ്ലഡ് മർദ്ദത്തോട് കൂടി ഒഴുകും. അപ്പൊ നമ്മുടെ BP നോർമലാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. നിവർന്നിരിക്കുക. നമസ്കാരം മുദ്ര. ആദ്യം പ്രാർത്ഥന. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞപ്പോഴാണ് എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓ സഹനാവതു സഹനൗനതു സഹവീര്യം കരവാഹകൈ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ടിലേക്ക് നിലത്ത് മുട്ടിക്കുക. ഭൂമി ദേവിനെ വന്ദിക്കണം. ശ്വാസം എടുത്ത് നിവർന്ന് വരിക. കൈ കൂട്ടിത്തിരുക. കയ്യിൽ ആ ചൂട് കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈയൊന്ന് തലോടിയിട്ട് പതുക്കെ കണ്ണു തുറക്കുക. നമുക്ക് അനുലോമ വിലോമ 2 മുകളിലുള്ള ശ്വാസം ഒരേമാതിരി വരണം. അടുത്ത ഭാഗത്തും വലത്തെ ഭാഗത്തും. അടുത്ത ഭാഗത്ത് തണവാണ്, ചന്ദ്രനാടി. വലത്തെ ഭാഗത്ത് സൂര്യനാടി, ചൂടാണ്. അപ്പൊ തണവും ചൂടും ഒരേമാതിരി ഈക്വലൈസ് വരണം. ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. സ്വഭാവത്തില് നിശ്ചിത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് 2 ഭാഗം ഒരേമാതിരി വരും. അപ്പൊ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക. അതുപോലെ കാലത്ത് എനിക്ക് വരുമ്പോ മൂക്കടഞ്ഞിട്ടുണ്ടാവും. അത് കറക്റ്റ് ചെയ്യുക. നന്നായി ശ്വാസം എടുക്കുക. മൂക്കടക്കുക. അടുത്ത മൂക്കിലൂടെ ആദ്യം ശ്വാസം വിടുക. പതുക്കെ അമ്മാവുക. 1 കൈ നിലത്ത് തൊടാം. 2 അടച്ചു പിടിക്കുക. 3 4 5 6 7 8 7 6 5 4 3 2 1. ഈ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കണം. 1 2 പതുക്കെ ശ്വാസം വിടും. 3 ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. 4 5 6 7 8. ഈ നെക്ക് റൊട്ടേഷൻ താടി കഴിക്കുന്ന കൂടിയാണ് തല പിടിക്കുക. 1 2 തല പിന്നിൽ പിടിക്കുക. കണ്ണ് തുറന്നു പിടിക്കുക. 3 4 5 6 7 8. സൈഡിൽ കൂടെ പിന്നിരിക്കുന്നു. 1 2 3 4 5 6 7 8. ചെവി ഷോൾഡർ മുടിക്കണം. 1 2 3 4 5 6 7 8. താടി കഴിക്കലും മുടിച്ചിട്ട് പകുതിയിലോ മുടിക്കണം. 1 2 3 4 5 6 7 8. തല പെണ്ണിൽ മുട്ടിട്ട് പകുതിയിലോ മുടി. 1 2 3 4
5, 6, 7, 8. Rest. ഈ ഫുൾ റൗണ്ട് ചെയ്യണം. 1. ശ്വാസം വിടുക. ഒരു റൗണ്ട് കഴിയുമ്പോൾ ശ്വാസം വിടണം. 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ച് റൗണ്ട് ചെയ്യണം. 1. ശ്വാസം വിടുക. 2. ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. റെസ്റ്റ് മതി. ഇത് നമുക്ക് നമ്മളിപ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടിരുന്ന ജോയിന്റുകളൊക്കെ മിക്സ് കൊടുക്കും. കൈ നിർത്തില്ല. കൈന്റെ പേരിൽ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈപ്പത്തി നിർത്തുക. 1. ഇനി താഴ്ത്തുക. 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തലവേലിന് 4 പേരുടെ മടക്കില്ല. സ്ഥിതിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. ഈ കൈ മടക്കണം. 1, 2, 3, 4, 5, 6, 7, 8. കൈപ്പത്തി പുറത്തു. 1. മുട്ടി മുകളിലേക്ക് ഇങ്ങനെ വരണം കേട്ടോ. 2, 3. മുട്ടി മുകളിലേക്ക്. 4, 5, 6, 7, 8. മതി. ഈ കയ്യിൽ ഇങ്ങനെ മടക്കി പിടിക്കാം. മുട്ട് ഇങ്ങനെ മുട്ടിക്കാൻ പറ്റും നോക്കാം. 1, 2. റൗണ്ട് ചെയ്യാം. 3, 4, 5, 6, 7, 8. നീ തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. കൈ നീട്ടി പിടിക്കുക. ചെറിയ വട്ടമാക്കിയ. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചും വട്ടമാക്കണം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ കാലിലെ മുട്ടുമ്പോ വയ്ക്കുക. ഷോൾഡർ ബന്ധിക്കുക. ഈ കുറച്ച് സ്പീഡ് കൂട്ടാ. 1. വാമിങ് അല്ലേ. 2, 3, 4, 5, 6, 7, 8. കൈ മുകളിൽ കയറിയ. 1, 2, 3, 4, 5, 6, 7, 8. ഈ പിന്നിലേക്ക് തിരിയണം. അപ്പൊ കൈ ക്രോസ് ചെയ്ത് പിടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ ഇതെങ്ങനെ പിടിക്കുക. കൈന്റെ മുട്ടുമല്ലിക്ക് നോക്കിയിട്ട് തിരിഞ്ഞു തരിക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. മതി. ഈ കൈ പിന്നിൽ വയ്ക്കണം. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് പിടിക്കുക. 1, 2. വേർതിരിക്കുക. 3. ശ്വാസം വിടുമ്പോ വയറുട്ടി പോകണം. 4, 5, 6, 7, 8. റെസ്റ്റ്. മതി. കാലിൽ നിർത്തി. കാലെല്ലാം നിർത്തുക. കാലിന് വലിയ മടക്കാം. 1, 2, 3, 4. വലിയ മടക്കാം. 5, 6, 7, 8. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളാം. പിന്നിലേക്ക് തള്ളാം. മുമ്പിലേക്ക് തള്ളണം. 1, 2, 3, 4, 5, 6, 7, 8. കാലിന്റെ ഏകിൾ തിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. മതി. കാല് കുറച്ചാകത്തിരിക്കും. കാല് വെറുതെ നടക്കുക. വെറുതെ അങ്ങനെ സൈഡിൽ. കാല് കുറച്ചും കൂടി ആകത്തിരിക്കുക. 2 തള്ളവെല്ല് കണ്ടു പിടിക്കാം. 1. ഇനി ചെറുവെല്ല് കണ്ടു പിടിക്കാം. നോക്കാം. 2, 3, 4, 5, 6, 7, 8. ഈ കാല് നന്നായി അകത്തിരിക്കണം. മാക്സിമം അകത്തിരിക്കും. നല്ല മുട്ട് മടങ്ങാണ്ട് കാലിന്റെ തള്ളവെല്ലുമ്പോ തൊടാൻ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2,
വൺ. രണ്ട് കാലിൽ നിന്നുള്ള വൺ ടു. നെറ്റി നിലത്ത് മുടിയാണ്. 3 4 5 6 7 8. ഇനി ചലാസനായി കേട്ടാൽ മതി. എന്റെ മുട്ടും കാലിന്റെ മുട്ടും മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ 1 കമ്മെടുക്കുക. ഇനി പിന്നിലേക്ക് 2 പിന്നിലേക്ക് പറയാം. 3 4 5 6 7 8. ഇനി തിരിച്ചു. 1 2 3 4 5 6 7 8. റെസ്റ്റ്. മതി. കാലടിച്ച് ഇനി ഓരോ കാര്യം നടക്കണം. കൈകൊണ്ട് കളിച്ചു പിടിക്കണം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. രണ്ട് കാര്യം നടക്കുക. 1 2 നിർത്തുക. 3 4 5 6 7 8. മതി. ഇനി അവിടെ കിടക്കണം. നിലത്ത് കിടക്കണം കേട്ടോ. കാല് കുറച്ചാഴ്ചയ്ക്ക് കയ്യ് കുറച്ചാഴ്ചയ്ക്ക് കൈമാലർത്തി വെക്കണം. കൈ ഷീറ്റിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടാ. കാലും പുറത്തേക്ക് പോകാൻ പാടില്ല. കൈമാലർത്തി വെക്കണം. കുറച്ചകത്തി വെക്കണം. നീ കാലടിച്ച് വെക്കുക. എനിക്ക് ഇരിക്കുക എടുക്കുക. 1 എനിക്ക് ഇരിക്കുക. കാലുകാലം കൂട്ടിപ്പിടിക്കുക. 2 എടുക്കുക. 3 4 5 6 7 8 8 7 6 5 4 3 2 1. Rest. Relax. Relax. ഇനി റോളിങ്. കാലിങ്ങനെ മടക്കി പിടിക്കാം. മുമ്പിലേക്കും വെള്ളിക്കും ഇങ്ങനെ ആകാം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഈ സൈഡിലേക്ക് 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. Rest. Relax. തളർന്ന് നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ കുറച്ച് ചെലവായി. ഓക്സിജൻ തിരിച്ചു വരണം. 2 മിനിറ്റ് കിടന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പറയുന്നത്. കാലടിച്ചിരിക്കുക. കൈയടിച്ചിരിക്കുക. കൈ പിന്നിരിച്ച് വരിക. കൈ പിന്നിരിച്ച് തള്ളുക. കാലടിച്ച് തള്ളുക. കൈ പിന്നിരിച്ച് തള്ളുക. കാലടിച്ച് തള്ളുക. വലിക്കുക. കൈ മുമ്പിലേക്ക് നയിക്കുക. നീ വലത്തെ വാക്കി ചെരിഞ്ഞ് കൈ കുത്തിരിക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തിരിക്കുക. അപ്പൊ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രധാനം. വെള്ളം കുടിക്കുന്നത് പ്രാധാന്യം. അതുപോലെ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, അഭ്യർത്ഥിക്കുകയാണ് നമുക്കിത് ചെയ്യാൻ പറ്റാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അനുലോമ വിലോമം 2 ഭാഗം ഒരേമാതിരി ശ്വാസം വരണം. പിന്നെ നെക്ക് റൊട്ടേഷൻ, കഴുത്ത് തിരിക്കുക. ഇതെല്ലാം പതുക്കെ ചെയ്യാൻ പാടും. പിന്നെ ലൂസനിങ് എക്സസൈസ്. അപ്പൊ നമ്മളിപ്പോ കൂട്ടിക്കൊണ്ടുവരാനാ. അപ്പൊ കുറേശ്ശെ നമ്മള് വാങ്ങിണ്ടാവും. അപ്പൊ തുടക്കത്തില് പതുക്കെ തുടങ്ങി പിന്നെ നമ്മള് ജോയിന്റുകളൊക്കെ തിരിക്കും. അതുപോലെ സ്ട്രെച്ചിങ് ചെയ്യണം. മസിലും തൊല്ലും തമ്മിലുള്ള ആ കണക്ഷൻ പിടിപ്പിക്കും. എന്നാലും ആ മസിലാണ് ബിൽഡ് ചെയ്യുന്നത്. മസില് ഓട്ടോമാറ്റിക് വന്നോളൂ.
അപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക്. അപ്പൊ സ്ട്രെച്ചിങ്, അപ്പൊ ഈ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് പോകാം. നമ്മൾ ഹീലിംഗ് പ്രയർ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആസനങ്ങൾ ചെയ്യും. ആസനങ്ങൾ ചെയ്യുമ്പോൾ ഇരുന്നിട്ടുള്ളത് ചെയ്യണം, മലർന്ന് കിടന്നിട്ട് ചെയ്യണം, കമന്ന് കിടന്നിട്ട് ചെയ്യണം, അതുപോലെ എനിക്ക് നിന്നിട്ട്. പിന്നെ ട്വിസ്റ്റിങ്, ചെരിഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള ബാലൻസിങ്ങുകൾ, അതെല്ലാം കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് 37 ആസനങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അത് മതി നമുക്ക്. ഇത് 3 മാസം അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ ആസനങ്ങളും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് സെലക്റ്റീവായിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങളും, ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു അസുഖത്തിന് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ മാറും. നമുക്ക് മൈഗ്രൈന്, അതുപോലെ കണ്ണുവേദന, അതുപോലെ മറ്റുള്ള എല്ലാ ഡിസോർഡറുകളും മാറാനായിട്ട് നല്ലതാണ് നമുക്ക് യോഗ. അപ്പൊ എല്ലാ ദിവസവും ചെയ്യണം, മുടങ്ങാൻ പാടില്ല. അപ്പൊ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും യാത്രയോ വല്ലതും ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ചെയ്യാം, പിന്നീട് വെക്കുന്നത്. നമ്മൾ ഒരു കാര്യം പിന്നീട് വെക്കണ്ട, മുമ്പ് അത് കഴിച്ചു കഴിക്കുക. അല്ലെങ്കിൽ പിന്നീട് അവന് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല, അപ്പൊ മുമ്പ് കഴിച്ചു കഴിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയണം, ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണം ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഭക്ഷണം, അതിൽ നിന്ന് തെറ്റ് വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. നമ്മുടെ കുടലിൽ ഓരോ കാര്യങ്ങൾ ജയിപ്പിക്കാൻ ഓരോ മൃഗങ്ങൾക്കും ഓരോ ഇതാണ്. നമ്മുടെ കുടലിന് കൊടുത്തിരിക്കുന്നത് പച്ചക്കറികൾ ദഹിപ്പിക്കാനുള്ള ശക്തി കൊടുത്തിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും. അപ്പൊ അതിലേക്ക് വരണം നമ്മൾ. പച്ചക്കറികള് നമുക്ക് കക്കിരി, വെള്ളരി, കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ, കയ്പയ്ക്ക, വഴുതങ്ങ ഒക്കെ നമുക്ക് നല്ല ഊർജ സ്രോതസ്സുകളാണ്. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, നമുക്ക് പ്രോട്ടീൻ, നല്ല എനർജി ഇത് കിട്ടണമെങ്കിൽ പ്രോട്ടീൻ വേണം. അപ്പൊ പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങൾ കിട്ടുക. പരിപ്പ് ചിലർക്ക് പറ്റില്ല, അത് ചിലർക്ക് ഗ്യാസിന്റെ ഉണ്ട് പരിപ്പ്. ആ പരിപ്പ് ഒഴിവാക്കുന്നില്ല. മുതിര, പയറ്, ബീൻസ് ഒക്കെ ഏറ്റവും നല്ല ഒരു സോഴ്സ്. അപ്പൊ അതൊക്കെ കഴിക്കാൻ നോക്കും. പാലും പാലുൽപ്പന്നങ്ങളും നമുക്കുള്ളതല്ല ശരിക്കും. പാലും പാലുൽപ്പന്നങ്ങളും അതാത് കുട്ടികൾക്കുള്ള, ഓരോ വർഗത്തിന്റെയും കുട്ടികൾക്ക് ജനിക്കുമ്പോ വളരാനുള്ള പാല്. അപ്പൊ അത് നമുക്കുള്ളതല്ല ശരിക്കും. ജനിച്ച് പാല് നല്ലതാണ്, പാല് കുടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള രീതിയാണ്. അത് മാറ്റിയെടുക്കണം. ചായ, കാപ്പി അതൊക്കെ മാക്സിമം ഒഴിവാക്കുക നല്ലത്. അവിടെ നമുക്ക് ധാരാളം. അപ്പൊ നമുക്ക് തുടങ്ങാം. നിവർന്നിരിക്കുക, ഹീലിംഗ് പ്രയറാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. 55 പ്രാവശ്യം പറയാം. നിവർന്നിരിക്കുക. കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകും. അപ്പൊ പോട്ടെ, തടഞ്ഞു നിർത്തണ്ട. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you.
I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. കണ്ണടച്ചിരിക്കാം. കാംനെസ്, കാംനെസ് ഈസ് റിയാലിറ്റി. നിശബ്ദതയാണ് യാഥാർത്ഥ്യം. നമ്മളും യൂണിവേഴ്സും മാത്രം. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ടവികാരങ്ങള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള്, മറ്റേ രോഗങ്ങള്, പൊട്ടവികാരങ്ങള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ഇല്ലാണ്ട് പോവുക. ദൂരെ ദൂരേക്ക് പോവുക. നമുക്കത് വേണ്ട. നമ്മളിൽ നിന്ന് വേണ്ടാത്തതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ഥലം വേക്കൻറ്റ് വന്നു. ശൂന്യത, എം ടി സ്പേസ്. ആ എം ടി സ്പേസിലേക്ക് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലവ് എനർജി വന്നെന്ന് അറിയാം. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, നല്ല അറിവുകൾ എല്ലാം നമുക്ക് വരിക, നല്ല കൂട്ടുകെട്ടുകള്, ഭൗതികമായിട്ടുള്ള നല്ല സൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരികയാണ്. യൂണിവേഴ്സിന്റെ ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് നിറഞ്ഞു കവിയാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോവുക. നമുക്കിപ്പോ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാം. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, സാധാരണ ശ്വാസം പുറത്തേക്ക് വിടുക. 3, 4,
5, 6. ഇനി നമ്മുടെ വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുത്തു. ഇനി ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, ഹൃദയത്തിന്റെ ഭാഗത്തേക്ക്. 1, 2, 3, 4, 5, 6. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്തേക്ക്, തലയുടെ ഭാഗത്തേക്ക്. 1, 2, 3, 4, 5, 6. നമ്മുടെ ഊർജ്ജ സ്രോതസ് നട്ടല്, നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1, ഹോൾഡ് ചെയ്യാം. 2, 3, 4, 5, 6. ഇനി നല്ലൊരു പ്രഭാതം കണ്ട് ഉണരാൻ പോവുകയാണ് നമ്മൾ. കൈയൊന്ന് കൂട്ടിട്ടുണ്ട്, കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിലേക്ക്. കൈയൊന്ന് ഒതുക്കെ തലോടുക, ഒതുക്കെ തലോടിയിട്ട് കണ്ണു തുറക്കുക. ഈ കാലിൽ നിർത്തി, കാലിൽ നിർത്തി. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യണം. ആദ്യം ഇരുന്നിട്ടുള്ളത് ചെയ്യാം. കാലിൽ നനയ്ക്കുക, കാല് മടക്കുക, നിർത്തുക. ഇടത്ത കാല് മടക്കുക. 1, 2 നിർത്തുക. 3 മടക്കുക. 4, 5, 6, 7, 8. ഈ വലത്തെ കാല് മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. മതി. ഈ കാലിൽ ഇങ്ങനെ മറക്കുക. ബട്ടർഫ്ലൈ പോസ് ചേർത്ത് പിടിക്കുക, കാലിന്റെ ഫ്രണ്ടില്. നീ മുട്ട് പൊന്തിക്കുക, താഴ്ത്തുക. പറഞ്ഞിരിക്കണം കേട്ടോ. 2, 3 പൊന്തിക്കുക, താഴ്ത്തുക. 5, 6, 7, 8. നീ പൊന്തിച്ച് പെട്ടെന്ന് ഇടണം. 1, 2, 4, 5, 6, 7, 8. നീ കൈ കൊണ്ട് നിലപ്പിക്കാൻ മറക്കുക. മുട്ട് നിലത്ത് മുട്ടിക്കാന്ന് നോക്കുക. ഇത് പറഞ്ഞിരുന്നോളാം. ബട്ടർഫ്ലൈ പോസ്. നീ കാലിങ്ങനെ പിടിക്കുക, ബദ്ധഭാഗമാക്കണം. കൈന്റെ മുട്ടുകൊണ്ട് കാലിന്റെ മുട്ട് നിലപ്പിക്കാൻ പറ്റുക. നെറ്റി കാലിന്റെ വലിയ മുകളിൽ. 1. ശ്വാസം വിടണം കേട്ടോ. കണ്ണ് തുറന്ന് പിടിക്കണം. 2 പറഞ്ഞിരിക്കുക, കണ്ണ് തുറന്നിരിക്കണം. 3, 4, 5, 6, 7, 8. കാലിൽ നിർത്തിയിരിക്കുക. ഈ കാലിൽ ഇങ്ങനെ മടക്കി വെക്കണം. വക്രാസനം. അപ്പൊ അടുത്ത കൈ മടക്ക പിന്നിൽ വെക്കുക. വലത്തെ കൈ പൊന്തിച്ച് കാലിന്റെ പുറത്തെ കൂടെ വന്ന് കാലിന്റെ വരുമ്പോ പിടിക്കും. പറ്റുന്ന വെച്ചാൽ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ക്രോസിട്ട് പിടിക്കുക. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയുക. 1, 2, 3, 4, 5, 6. കൈ പൊന്തിക്കുക, കാല് നിർത്തി. ഇവിടെ അങ്ങനെ വരുമ്പോ നമ്മുടെ പാൻക്രിയാസിന്റെ ഭാഗത്തേക്ക് ഒരു മർദ്ദം വരും. അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലത് അത് പാൻക്രിയാസിനെ നിർത്തത്. ഈ വലത്തെ കാലം മടക്കി, വലത്തെ കൈ കുഞ്ഞില്ല, ഇടത്ത കൈ പൊന്തിക്കണം. എന്നിട്ട് കാലിന് പുറത്ത് വിടാൻ. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിക്കുക. 1, 2, 3, 4, 5, 6,
കൈ പൊന്തിക്കുക, കാല് നിർത്തി, കാല് ഞാൻ അവിടെ കിടക്കാം. കാല് കുറച്ചേക്ക് കൈ കുറച്ചത്. കാലെടുത്തേക്ക് ആ കൈ എടുത്തേക്ക്, കൈ കാലിന്റെ ഇവിടെ കമത്തി വയ്ക്കുക. ഇടത്ത കാലിന് മുട്ടുമാണ് കട പൊന്തിക്കുക. 1 അർദ്ധം എഴുതണം. 2 താത്ത. 3 കാലിന്റെ വെല്ല് മുകളിൽ തള്ള. 4 5 6 ഇനി വലത്തെ കാലം കേട്ടാ. പറ്റുന്ന നോക്കിയാൽ പറ്റുന്ന നോക്കിയാൽ മതി. നമ്മളെ കുറെ നാൾ ചെയ്യുമ്പോഴേ ശരിയുള്ളൂ. 1 2 3 4 5 6 ഈ രണ്ട് കാലും മുകളിലേക്ക് കൊണ്ടിടണം. വേര് ദണ്ഡാസനം അല്ലെങ്കിൽ അർദ്ധ ഹാലാസനം എന്ന് പറയുന്നത്. അർദ്ധ ഹാലാസനം ഓരോ ആസനങ്ങൾക്കും പല സ്ഥലത്തും പല പേരുകളുണ്ട്. ഇത് അർദ്ധ ഹാലാസനം അല്ലെങ്കിൽ വേരുദണ്ഡാസനം. രണ്ട് കാലും പതിയണം. 1 കാലിന്റെ വേരിൽ മുകളിലേക്ക് തള്ളുക. 2 പതുക്കതാക്കുക. അപ്പൊ കൈ ശ്രദ്ധിക്കാൻ പറ്റില്ല. 3 4 5 6 ഇനി നമുക്ക് മർക്കടാസനമാണ്. മർക്കടാസനം കാല് മടക്കി വയ്ക്കുക, കൈ സൈഡിൽ വയ്ക്കുക, കൈ സൈഡിൽ. നീ കാലയുടെ ഭാഗത്ത് കൂട്ടിക്കുമ്പോ വലത്തോട്ട് നോക്കുക. 1 കാലയുടെ ഭാഗത്ത് കൂട്ടി അപ്പൊ വലത്തോട്ട് നോക്കുക. 2 നേരെ വരിക. നീ പതിക്കും. 3 4 5 6 7 8 കാല് നിർത്തി. ഇനി കാലം ഒന്നും കൂടി മടക്കണം. അപ്പൊ കുറച്ച് അകത്തിയാണ്. കാല് കുറച്ച് അകത്തേക്ക്, കൈ സൈഡ്. 1 രണ്ട് കാലും ഇടത്തെ ഭാഗത്ത് കൂട്ടി അപ്പൊ വലത്തോട്ട് നോക്കും. 2 3 4 5 6 7 8 കാലും നിർത്തി. ഇനി നമ്മള് വലത്തോട്ട് കമിഴ്ന്ന് കിടക്കും. വലത്തോട്ട് തിരിഞ്ഞ് കമിഴ്ന്ന് കിടക്കും. കൈ കാലിന്റെ അടിയിൽ വെക്കാം. കാലിന് മടക്കാൻ നിർത്തുക. 1 2 3 4 5 6 7 8 ഈ രണ്ട് കാലും മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക. അപ്പൊ പിന്നിലേക്ക് തള്ളണം. 1 പിന്നിലേക്ക് തള്ളി പിടിക്കുക. 2 ശലഭാസനം. 3 4 ശ്വാസം എടുക്കുന്ന കാല് പൊന്തിച്ച് പിന്നിലേക്ക് തള്ളണം. 5 6 മതി. കൈ മുമ്പിൽ വെക്കാൻ ഭുജംഗാസനം. നെറ്റി പൊന്തിക്കുക, താടി പൊന്തിക്കുക, ചെസ്റ്റ് പൊന്തിക്കുക. 1 പൊക്കിൾ കൂടി വരെ മുകളിലേക്ക് പൊന്തുക. ശ്വാസം എടുക്കാൻ വിടുക, ശ്വാസം എടുക്കാൻ വിടുക, ശ്വാസം എടുക്കാൻ വിടുക. 2 3 നെറ്റി പൊന്തിക്കണം, താടി പൊന്തിക്കണം, ചെസ്റ്റ് പൊന്തിക്കണം. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. കാലടിപ്പിച്ച് വെക്കണം കേട്ടോ. മുകളിലേക്ക് നോക്കും. 4 5 മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കാൻ വിടുക, ശ്വാസം എടുക്കാൻ വിടുക, ശ്വാസം എടുക്കാൻ വിടുക. 3 കൈ പുറകിൽ വെക്കണം. നീന്താണ്ട് ഒരു ആസനം. 1 കാല് മടക്കുക. 2 കാലിന്റെ കൊണ്ട് പിടിക്കുക. 3 കാല് മുകളിലേക്ക് വിശ്രമിക്കുക. മുകളിലേക്ക് നോക്കുക. മുമ്പിലേക്കും പിന്നിലേക്കും ആടണം. മുമ്പിലേക്കും പിന്നിലേക്കും ആടും. മുകളിലേക്ക് നോക്കാം കേട്ടോ. 4 1 കാല് മടക്കുക. കാലിന്റെ കൊണ്ട് പിടിക്കുക. 3 മുകളിലേക്ക് നോക്കണം. മുമ്പിലേക്ക് പിന്നിലേക്കും 4 ഒന്നുകൂടി. 5 6 7 മുകളിലേക്ക് നോക്കണം കേട്ടോ. 8 മതി. കാല് കുറച്ചേക്ക് കൈ മുമ്പിൽ താടി നോക്കിയിരിക്കാം. അങ്ങനെ
കാല് കുറച്ച് അകത്തി വെക്കണം. കാലിന്റെ തള്ളവിരലിനും അതിനും ചുറ്റി നിലത്ത് തുടങ്ങണം. അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. മകരാസനം റെസ്റ്റിംഗ്. സ്വാധിഷ്ഠാനം കസരത്തും മതി. നാലടിച്ചേക്കുക. കൈ ഷോൾഡർ വയ്ക്കുക. കൈ കുത്തി പിന്നിരിക്കുക. കാലിന്റെ പിന്നിരിക്കുക. നെറ്റി നിലത്ത് മുട്ടിക്കുക. ശ്വാസനം നെറ്റി നിലത്ത് മുട്ടിക്കുക. കണ്ണ് തുറക്കണം കേട്ടോ. കണ്ണ് തുറക്കുക. പതുക്കെ അടിച്ചു നിൽക്കാം. എനിക്ക് കിടക്കാം. കാലടിച്ച് നിൽക്കാം. കൈ മുമ്പിൽ പിടിക്കാം. ശ്വാസം വെട്ടിട്ട് പിന്നിരിക്കുക. 1 2 3 4 5 6 7 8. ഈ കാലിന് പിറ്റി പൊന്തിക്കുക. കല്ലില് മുകളിലേക്ക് പൊന്തിക്കുക. ബാലൻസ് ചെയ്ത് നിൽക്കണം. 1 കൈ മുകളിലേക്ക് തള്ളുക. 2 പതുക്കെ 3 4 5 6 7 കൈ മുകളിലേക്ക് തള്ളുക. 6 7 8 മതി. ഇനി നമുക്ക് പാദഹസ്താസനം. കാലടിച്ചു വരും. കൈ സൈഡ് വരും. 1 ശ്വാസം എടുത്തിട്ട് കൈ മുകളിലേക്ക് തള്ളുക. 2 ശ്വാസം എടുത്ത് നിലത്ത് തുറക്കും. അപ്പൊ കാലിന്റെ മുട്ടുമ്പലിക്ക് നോക്കാം. 3 ശ്വാസം എടുത്തിട്ട് കൈ നേരെ പൊന്തിക്കും. 4 കൈ താഴ്ത്തും. ഞാൻ 5 കൈ മുകളിലേക്ക് തള്ളുക. 6 7 8. ഈ ഹസ്ത ഉദ്ധാരണാസനം പിന്നിലേക്ക് വളരും. ഒന്നും പിടിക്കല്ല വളഞ്ഞു. 1 കൈക്കൊണ്ടിരിക്കുക. 2 3 4 5 6 7 8 മതി. ഇനി ഒന്ന് ഇരിക്കുക. 1 2 3 4 5 6 7 8. ഇത് നമുക്ക് വൃക്ഷാസനം പറ്റുമോ നോക്കാം. ബാലൻസ് ചെയ്ത് ബ്രെയിനിന്റെ കൺട്രോളിങ്ങിന് വേണ്ടി തന്നെ. 1 കാല് മടക്കി ഇവിടെ വെക്കുക. 2 കൈ മുകളിലേക്ക് തള്ളുക. ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നോക്കാം. 3 4 ചേഞ്ച് ചെയ്യാം. 1 2 3 4 ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പതുക്കെ ചെയ്യുള്ളൂ. കുറച്ച് നാള് നമ്മൾ ചെയ്യണം. അത് ബാലൻസ് ചെയ്ത് വരണം. അത് തുടക്കത്തില് ഇത് മത്സരമൊന്നുമല്ല. അപ്പൊ നമുക്ക് പതുക്കെ ചെയ്താൽ ചേഞ്ച് ചെയ്യാം. 1 2 3 4 സൈഡ് മാറുക. 1 2 പറ്റാവുന്ന സമയം നിൽക്കാം. 3 4 മതി. ഇനി നമുക്കൊന്ന് ചിരിക്കണം. കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാം. എന്നിട്ട് നാലക്ഷരങ്ങളാ. ആദ്യം കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മൈ ബർത്ത്ഡേ. ഓക്കെ. ഇനി നിങ്ങളുടെ കൈ പിടിക്കുക. സാധാരണ കൈ ഇങ്ങനെ മടക്കുക. പൊട്ടിത്തിരിക്കുക. അപ്പൊ സ്ട്രെച്ചിങ് ഇങ്ങനെ വലിയണം. സ്ട്രെച്ചിങ് വരണം. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. പൊട്ടിത്തിരിക്കുക. ശ്വാസം എടുക്കുക. ഓക്കെ. ഇനി ഒന്നുകൂടി ഇരിക്കുക. 1 2 3 4 5 6 7 8 1. ഇനി മുട്ടുത്തിരിക്കണം. വജ്രാസനം.
കൈ കുത്തി മുട്ടുകുത്തി ഇരിക്കുക. കൈപ്പത്തിയുടെ മുകളിൽ കൈക്കുത്തി വയ്ക്കുക എന്ന് പറഞ്ഞിരിക്കാൻ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. കാല് ഇങ്ങനെ മടക്കുമ്പോ നമുക്ക് വേദനയുണ്ടാവും. അപ്പൊ മുഖത്തൊരു ചിരി ഉണ്ടായാൽ മതി. നമുക്ക് ചിരിച്ചു കഴിഞ്ഞാൽ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവും. നമ്മളെങ്ങനെ ചിരിച്ചു കഴിഞ്ഞാലും ഹോർമോൺ എൻഡോർഫിൻ, അത് നമ്മുടെ ടോക്സിൻ കളയാൻ നല്ലതാണ്. വേദന മാറാനൊക്കെ നല്ലതാ ചിരി. കണ്ണടച്ച് നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. വയറും കടക്കി ശ്രദ്ധിക്കുക. 1, 2 പതുക്കെ ശ്വാസം വിടുക. 3 ശ്വാസം എടുക്കുക. 4 ശ്വാസം വിടുക. 5 ശ്വാസം എടുക്കുക. 6 ശ്വാസം വിടുക. ഇനി കണ്ണ് തുറക്കാട്ടെ. കൈ വടിയിൽ മടക്കി വെക്കുക. ശ്വാസം ഇട്ട് നെറ്റിനെടുത്ത് കൂട്ടിയ മണ്ടൂഹാസനം. അതിന്റെ പേരിൽ വരണ്ടു എനിക്ക് പോകട്ടെ. ശ്വാസം എടുത്തുന്ന പറഞ്ഞത് കണ്ണ് തുറന്ന് പിടിക്കണം കേട്ടോ. 3 അതിന് പേരിൽ വരണ്ടു എനിക്ക് പോകട്ടെ. 4 5 കണ്ണ് തുറന്ന് പിടിക്കണം. നെറ്റ് നിലത്ത് പൊട്ടിക്കാൻ നോക്കും. കാല് നിർത്തി, കാല് നിർത്തി, കാലം നനക്കുക. നീ ചമ്രമണ്ണി. ഇനി നമ്മള് ബ്രഹ്മരി പ്രാണായാമം ചെയ്യണം. പണ്ട് മുള്ളമാരി മൂളും. നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ചൂണ്ടി വരലും ചെവി അടയാനായിട്ട് ശ്വാസം എടുത്തിട്ട് വരലും തിരിക്കുക. അപ്പൊ ചെവി അടയും. എന്നിട്ട് എന്ന് പറഞ്ഞ വാക്കുകൾ കൂടുതൽ പറയാം. അപ്പൊ പറഞ്ഞു കഴിയുമ്പോഴേക്കും നാവ് മുകളിലേക്ക് മടക്കി അണ്ണാക്കിൽ മുട്ടിയാ നോക്കണം. നാവ് മുകളിലേക്ക് മടക്കുക, അണ്ണാക്കിൽ മുട്ടിയാ നോക്കണം. ഇത് പറഞ്ഞിരിക്കുക. കണ്ണടക്കുക. നന്നായി ശ്വാസം എടുക്കുക. വരുന്നിട്ട് വെല്ലു ശ്വാസം നന്നായിട്ട് ശ്വാസം എടുക്കുക. എനിക്ക് ഇവിടെ നന്നായിട്ട് ശ്വാസം എടുക്കുക. വെല്ല് തിരിക്കുക. ശ്വാസം എടുക്കുക. വെല്ല് തിരിക്കുക. പ്രാണായാമം എന്ന് പറയുന്നത് വണ്ട് പോകുന്നത്. വെല്ലു ശ്വാസം ഒന്നുകൂടി ശ്വാസം എടുക്കുക. വെല്ല് തിരിക്കുക. കൈമേലൊക്കെ കേട്ടോ. നീ ചുണ്ടു കുറിച്ചു ആയോടെ വിളിച്ച് ശ്വാസം എടുക്കുക. ശീതളി പ്രാണായാമം. ചുണ്ടു കുറിച്ച് പിടിക്കുക. എന്നിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ വലിക്കുക. അവിടെ നിൽക്കട്ടെ. അതൊക്കെ നോക്കി ഇവിടെ വിടും. ശരീരം തിളപ്പിക്കാണ്. ശീതളി പ്രാണായാമം. ചുണ്ട് കുറപ്പിച്ചു വിളിക്കുക. അതൊക്കെ മൂക്കി ഇവിടെ വിടുക. ചുണ്ട് കുറപ്പിച്ചുള്ളിരിക്കുക. അതൊക്കെ മൂക്കി ഇവിടെ വിടുക. ഇനി അടക്കം എടുക്കുക. നിലത്തൊക്കെ എടുക്കുക. ചൈതന്യാസനം. കാല് വസ്ത്രത്തേക്കുക. കൈ വസ്ത്രത്തേക്കുക. കൈ മലർത്തിയേക്കുക. കാല് തളർത്തിയിടുക. കൈ തളർത്തിയിടുക. ശരീരം തളർത്തിയിടുക. കാലിന്റെ തളവെന്ന് ശ്രദ്ധിക്കുക. തളവെന്ന് തളർത്തുക. കാലിന്റെ മറ്റ എല്ലാ വെല്ലും തളർത്തുക. കാലിന്റെ പാദം തളർത്തുക. കാലിന്റെ ഉപ്പിരിയുടെ ഭാഗം തളർത്തുക. കാലിന്റെ എണ്ണയുടെ ഭാഗം തളർത്തുക.
കാലിന്റെ കാഫ് മസിൽ തളർത്തണം, കാലിന്റെ മുട്ട് തളർത്തണം, കാലിന്റെ തൊടയുടെ മസിൽ തളർത്തുക, അരഭാഗത്തെ പേശികൾ തളർത്തുക, വയറ്റിലെ പേശികൾ തളർത്തുക, പുറം ഭാഗത്തെ പേശികൾ തളർത്തണം, നട്ടലിന്റെ ഭാഗം തളർത്തണം, ചെസ്റ്റിന്റെ ഭാഗം തളർത്തണം, ഷോൾഡറിന്റെ ഭാഗം തളർത്തണം, കൈയിന്റെ മുകൾ ഭാഗം തളർത്തുക, കൈയിന്റെ മുട്ട് തളർത്തുക, കൈത്തണ്ട തളർത്തുക, കൈയിന്റെ റിസ്റ്റ് തളർത്തുക, കൈയിന്റെ വെല്ലുകൾ തളർത്തുക, കൈകള് തളർന്നിരിക്കുക, കഴുത്തിലെ പേശികൾ തളർത്തുക, കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക, തലയുടെ പിൻഭാഗം തളർത്തുക, തലയുടെ മുകൾ ഭാഗം തളർത്തുക, നെറ്റിയുടെ ഭാഗം തളർത്തണം, കണ്ണിന്റെ പിരികം തളർത്തണം, കൺപോള തളർത്തണം, കണ്ണിലെ കൃഷ്ണമണി തളർത്തണം, മുഖത്തെ പേശികൾ തളർത്തണം, കവിളുകൾ തളർത്തുക, ചെവിയുടെ ഭാഗം തളർത്തുക, മൂക്കിന്റെ ഭാഗം തളർത്തുക, ചുണ്ടുകള് ശ്രദ്ധിക്കുക, മേൽചുണ്ട് തളർത്തുക, കീഴ്ചുണ്ട് തളർത്തുക, ഈ താടി തളർത്തണം, പല്ല് തളർത്തുക, നാവ് തളർത്തുക, മനസ്സിന്റെ ഭാഗം തളർത്തുക, സെൻറ്റിഗോറിന്റെ ഭാഗം തളർത്തുക, വയറ്റിലെ കൊടലുകള്, ചെറുകുടല്, വൻകുടല് തളർത്തുക, വയറിന്റെ ഉള്ളില് അടിഭാഗത്ത് കിഡ്നിയുടെ ഭാഗം തളർത്തുക, വയറിന്റെ ഉള്ളില് മോൻ ഭാഗത്ത് പാൻക്രിയാസിന്റെ ഭാഗം തളർത്തുക, ലിവറിന്റെ ഭാഗം തളർത്തണം, ശ്വാസകോശത്തിന്റെ ഭാഗം തളർത്തണം, ഡയഫ്രത്തിന്റെ ഭാഗം തളർത്തണം, ഹൃദയത്തിന്റെ ഭാഗം തളർത്തണം, കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗം തളർത്തണം, കഴുത്തിന്റെ പിന്നില് പാരാതൈറോയ്ഡ് ഗ്രന്ഥി തളർത്തണം, ഈ ബ്രെയിനിന്റെ ഭാഗം തലച്ചോറിന്റെ ഭാഗം തളർത്തണം. അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം കൊടുത്തിരിക്കുക. നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ഇതൊരു ക്രിയേറ്റീവ് വിശ്ലേഷണത്തിലേക്ക് പോവാ. നമ്മളൊരു താമര കുളത്തിന്റെ അടുത്തേക്ക് പോവാ. ആ കുളത്തില് നല്ല തെളിഞ്ഞ വെള്ളം, താമര മുട്ട്, താമരയുടെ ഇല ഒക്കെ കാണാൻ. തെളിഞ്ഞ വെള്ളം, അടിഭാഗം അടിത്തട്ട് കാണാം, ചരലുകളൊക്കെ കാണാം, താമരയുടെ അടിഭാഗത്ത് ചളി കാണാം. നമ്മൾ ആ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നുള്ള സൂര്യരശ്മിയുടെ വെള്ളത്തിൽ കാണാം അതിന്റെ പ്രതിബിംബം. സൂര്യൻ ഉദിച്ചു വരുന്ന പ്രതിബിംബം നമുക്ക് ആ വെള്ളത്തിൽ കാണാം. എല്ലാ രംഗങ്ങളും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. വെള്ള കളറുള്ള അരങ്ങുകൾ നമുക്ക് കാണാം. അവിടെ ആ സൈഡിൽ നീന്തി കൊടുക്കുന്നുണ്ട്. അവളവിടെ ഇരുന്ന് ചെറിയൊരു കല്ല് ആ വെള്ളത്തിൽ കിട്ടും. അപ്പൊ വെള്ളം അങ്ങനെ തിരമാതിരി ചെറിയ പ്രയോഗിക്കുന്ന അവസാനം ഒരു കല്ലുകൂടി വെള്ളത്തിൽ കിട്ടും. അപ്പൊ വട്ടം വട്ടായിട്ട് ഇങ്ങനെ ആ വെള്ളം നീങ്ങിപ്പോണത് നമുക്ക് കാണാം. നമ്മള് പതുക്കെ അവിടെ നിന്ന് അടിച്ച് ഒരു തോട്ടത്തിലേക്ക് പോവാ, പൂന്തോട്ടം. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ അവിടെ ഉണ്ട്. ചുവപ്പ്, മഞ്ഞ, ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ട്. പല കളറുകളുള്ള ചെമ്പരത്തിപ്പൂ, മുല്ല. ആ മുല്ലയുടെ മണം നമുക്ക് ആസ്വദിക്കാം. നല്ല സുഗന്ധമുള്ള പൂക്കള് ഉണ്ട്, റോസ്, അതിന്റെ മണം ആസ്വദിക്കാം. ചെമ്പകപ്പൂവ്, അതിന്റെ മണം ആസ്വദിക്കാം. ചിത്രശലഭങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊരു ചെത്തിപ്പൂ എടുത്തിട്ട് ഒന്ന് കുടിച്ചു നോക്കാം. എന്താ രുചി നമുക്കറിയാം. തേന്റെ മധുരം നമുക്ക് നുകരാം. തേന് നല്ല മധുരം. നമ്മള് പതുക്കെ അവിടെ നിന്ന് പോയി നമ്മുടെ വീടിന്റെ അവിടേക്ക് പോവുക. വീടിന്റെ ഗേറ്റിന്റെ അവിടെ കാത്തിരുന്ന് കറങ്ങി. വീടിന്റെ ഗേറ്റിന്റെ അവിടെ കാത്തിരുന്ന് കറങ്ങി. നമ്മളടുത്ത് പറഞ്ഞത് നമ്മളവിടെ കത്താറുന്നു, പോർട്ടിക്കോയിൽ ചെറുതായിട്ട് നമ്മൾ ശ്രമിക്കുക.
ആ സമയത്ത് നമ്മള് സ്വപ്നം കാണാൻ പോയി. നമുക്ക് അത്യാവശ്യമുള്ള കാര്യം വേണം എന്ന് വിചാരിക്കുക. നമുക്ക് അത്യാവശ്യമുള്ള കാര്യം വേണം വിചാരിക്കുക. എനിക്കത് വേണം, എനിക്കത് വേണം, ഞാനത് നേടിയെടുക്കും. ദൈവത്തിന്റെ സഹായം കൊണ്ട് സാധാരണ എനിക്കത് നേടിയെടുക്കാൻ പറ്റും. അത് വിചാരിച്ച കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ച് കേൾക്കാം. നമ്മൾ ആ വിചാരിച്ച കാര്യം നടന്നു. നമ്മൾ ആ സ്വപ്നം കണ്ട കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ച് എടുക്കുന്നുണ്ട്. ഒരു കാര്യം നടന്നു കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാവും. നമ്മൾ ഒരു ബുദ്ധിയിൽ കിട്ടണം. ആ വിചാരിച്ച കാര്യം നടന്നു ദൈവത്തിന് നന്ദി പറയാം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാം. യൂണിവേഴ്സിറ്റിന് നന്ദി പറയാം. ഇനി വീണ്ടും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുക, ശരീരം ശ്രദ്ധിക്കുക. നമ്മള് കൈയൊക്കെ ഒന്ന് അടക്കി അടുപ്പിച്ച് കാലൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കണം. നമ്മള് പഴയ സ്ഥലത്ത് തന്നെ എത്തിയില്ല. ഇപ്പൊ നമ്മള് പഴയ സ്ഥലത്ത് തന്നെയാണ്. കാലടിപ്പിച്ച് വെക്കണം, കൈയടിപ്പിച്ച് വെക്കണം, കൈ പിന്നിരിക്കി വയ്ക്കുക. കൈ പിന്നിരിക്കി തള്ള, കാലടിപ്പിച്ച് തള്ള, വലിക്കുക. കൈ പിന്നിരിക്കി വലിക്കുക, കാലടിപ്പിച്ച് വലിക്കുക. ഒന്നുകൂടി കൈ മുമ്പിൽ തന്നെ വയ്ക്കുക. കാലിന്റെ പിറ്റി നിലത്തേക്ക് മറക്കുക. കാലിന്റെ മുട്ട് നിലത്തേക്ക് മറക്കുക. ഹിപ്പ് ജോയിന്റ് നിലത്തേക്ക് മറക്കുക. ഷോൾഡർ ജോയിന്റ് നിലത്തേക്ക് മറക്കുക. കൈയുടെ മുട്ട് നിലത്തേക്ക് മറക്കുക. കൈയുടെ റിസ്റ്റ് നിലത്തേക്ക് മറക്കുക. കഴുത്ത് നിലത്തേക്ക് മറക്കുക. തല നിലത്തേക്ക് മറക്കുക. എല്ലാ ജോയിന്റും ഒരുമിച്ച് നിലത്തേക്ക് മറക്കുക. പ്രസ് പ്രസ് പ്രസ്. ഇനി വലത്തോട്ട് ചെരിഞ്ഞ് എടുക്കുക. വലത്തെ വർദ്ധിച്ചില്ല. ഒരു കൈ തലയുടെ അടിയിൽ വയ്ക്കുക, ഒരു കൈ നിലത്ത്. കാല് മടക്കി ചുരുങ്ങി കൂടിക്കിടക്കണം. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. മനസ്സിൽ യാതൊരു അല്ലലുകളും ഇല്ല. പതുക്കെ കൈകുത്തി എനിച്ചിരിക്കുക, പതുക്കെ കൈകുത്തി എനിച്ചിരിക്കുക. കൈമലർത്തിരിക്കുക എന്ന് വന്നിരിക്കുക. കണ്ണടച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റം ശ്രദ്ധിക്കുക. ഈ നന്ദി പറയണം. നമസ്കാരം മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാം, യൂണിവേഴ്സിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുതൽ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് വെച്ച് നൽകുക. ഭൂമിയിലേക്ക് നന്ദി വേണം. ഭൂമിയിലേക്ക് നമസ്കരിക്കുക. ശ്വാസം എടുത്ത് നടന്നു വരിക. കൈ കൂട്ടത്തിന് കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ. കൈ മുഖത്ത് എല്ലായിടത്തും അമർത്തുക. നെറ്റി, കണ്ണിന്റെ പിരികം, കവളും, ചെവിയുടെ അടിയിൽ അമർത്തണം. ചെവിയുടെ പിന്നില്, കഴുത്തിന്റെ പിന്നിൽ അമർത്തുക. കഴുത്തിന്റെ മുമ്പിൽ അമർത്തുക. മുഖത്തൊന്നും നല്ല തലയിലമർത്തുക. തലയോട്ടിൽ പിടിച്ചമർത്തുക. കൈയൊന്നുകൂടി കുഴിച്ചിരുമ്പോ കണ്ണിന്റെ മുകളിൽ. കണ്ണ് തുറക്കടക്കുക, തുറക്കടക്കുക, തുറക്കടക്കുക. കൈയിന്റെ വെല്ലുവിളി നന്നാണ് പറയുക. എല്ലാവരും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. ഇവിടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ഇനി 2-ാം തീയതി ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മുടെ ചാനലിനുണ്ട്, അത് നോക്കി ചെയ്യുക. അല്ലെങ്കിൽ എത്ര നാളും ചെയ്തത് ചെറിയ പരിചയം ഉണ്ടാവുമല്ലോ. മുടക്കാൻ പാടില്ല, മുടക്കാൻ പാടില്ല. അപ്പൊ ആദ്യം പ്രാർത്ഥന, പിന്നെ അനുലോമ വിലോമ, മൂക്കിലൂടെ ശ്വാസത്ത് വിടുക, പിന്നെ നെക്ക് റൊട്ടേഷൻ, പിന്നെ വാമിങ്, ഹൃദയമെടുപ്പ് കൊണ്ട് കൂട്ടിക്കൊണ്ട്, പിന്നെ ആസനങ്ങൾ ഓരോന്നായിട്ട് ചെയ്യും. സ്പീഡ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും. അപ്പൊ അത് സ്പീഡ് കുറച്ച് പതുക്കെ ചെയ്താൽ മതി. അപ്പൊ കുറച്ചെങ്കിലും ചെയ്യണം, മറക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യണം. അതുപോലെ വെള്ളം കൂടി മറക്കണ്ട. ഭക്ഷണശീലങ്ങൾ കറക്റ്റ് ചെയ്യുക. അതുപോലെ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കണം. ഉറക്കം വളരെ പ്രാധാന്യം. അപ്പൊ ക്ലോസ് ചെയ്തിട്ടാ. ഓക്കെ സാറേ, താങ്ക് യു.